പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സാബിറ. ഇന്നിവിടെ യൂനുസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിക്റിനെ കുറിച്ചാണ് പറയുന്നത്. സൂറത്ത് അംബിയായിലെ 86-ാം ആയത്തിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നു: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദന്നൂനി ഇദ് ദഹബ മുഗാളിബൻ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ളുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനോ അള്ളാഹുവിനെ ആരാധിക്കുവാനോ അതുപോലെ തന്നെ തയ്യാറാവാത്തൊരവസ്ഥയായിരുന്നു. അവർ അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നില്ല. അവരുടെ പെരുമാറ്റത്തിലും പ്രവർത്തികളിലും വേദന തോന്നിയ യൂനുസ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് സമ്മതം ചോദിക്കാതെ അവിടെ നിന്നും കപ്പലിൽ കയറി രക്ഷപ്പെടാൻ തീരുമാനിച്ചു. കപ്പലിൽ കയറിയപ്പോൾ ആ കപ്പൽ മുന്നോട്ട് നീങ്ങുന്നുണ്ടായില്ല. അവിടുത്തെ കപ്പിത്താൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ പുറത്തിറങ്ങണം. ആരും തയ്യാറായപ്പോൾ അവർ നറുക്കെടുപ്പിലൂടെ കിട്ടിയത് യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരായിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ എടുത്ത് കടലിലേക്കിട്ടു. കടലിലെത്തിയപ്പോൾ അദ്ദേഹത്തെ ഒരു വലിയ മത്സ്യം വന്ന് വിഴുങ്ങുകയും അത് കടലിൻ്റെ അഗാധമായ ഇരുട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ മത്സ്യത്തിൻ്റെ വയറ്റിലെ ഇരുട്ടിലിരുന്ന് യൂനുസ് നബി അലൈഹിസ്സലാം തൻ്റെ തെറ്റുകൾ പൊറുക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ക്ഷമ ചോദിച്ചു കൊണ്ടിരുന്നു. നബി അവിടെ ഇരുന്ന് ചൊല്ലിയ ദിക്ർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നായിരുന്നു. അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ അക്രമികളിൽ പെട്ടുപോയിരിക്കുന്നു, എന്നോട് പൊറുക്കണേ. അദ്ദേഹം അവിടെ ഇരുന്ന് മനമൊരുകി അള്ളാഹുവിനോട് ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അദ്ദേഹത്തിനോട് ക്ഷമിക്കുകയും ചെയ്തു. ആ മത്സ്യത്തിനോട് അള്ളാഹു പറഞ്ഞു, നീ യൂനുസിനെ സുരക്ഷിതമായി കരയിലെത്തിക്കുക എന്ന്. അങ്ങനെ അദ്ദേഹം സുരക്ഷിതമായി കരയിലെത്തി. വളരെ അവശനായിരുന്ന അദ്ദേഹത്തെ ആ നാട്ടിലുള്ളവർ പരിചരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം അവിടെ ദീർഘകാലം പ്രബോധനം നടത്തുകയും ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്തു. യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുന്നത് പാശ്ചാത്താപവും പ്രാർത്ഥനയും അള്ളാഹു സ്വീകരിക്കുകയും നമ്മളോട് ക്ഷമിക്കുകയും ചെയ്യുന്നതാണ്. ഈ സംഭവം മുഹറം 10-നായിരുന്നു. ആദം നബി അലൈഹിസ്സലാമയുടെ കാലം തുടങ്ങി എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു ഈ മുഹറം 10-ന് ധാരാളം നന്മകൾ നൽകിയിട്ടുണ്ട്. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.